ഹലോ ഒളിയന്മാരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് അമരവിളയിലെ ആകാ തട്ടുകടയിലാണ്. ഇവിടുത്തെ കോംബോ ഓഫറുകളെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് പോയി കാണണം കേട്ടോ. നമുക്കിവിടുത്തെ വിശേഷങ്ങളൊന്ന് കണ്ടാലോ. ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണ്? നല്ല ഫുഡാണ്, നല്ല നീറ്റ് കാര്യങ്ങളാണ്. ഫുഡ് കാര്യങ്ങളും എല്ലാം സീരിയസ് കസ്റ്റമറാണ്. ഞാൻ ഏകദേശം ഒരു 1.5 വർഷം കൊണ്ട് ഇവിടെ ഒന്നരടം വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകണം. ഒരു ഡിമെറിറ്റും വഴി പറയാനില്ല. ഇല്ല, പറയാനില്ല. ഒന്നുമില്ല. എന്തെങ്കിലും ഇല്ല, ഒന്നുമില്ല. അത്രയ്ക്കും ഓക്കെ. എന്തുകൊണ്ട് വിലയുടെ കാര്യത്തിലായാലും സാധനം തരുന്ന ക്വാണ്ടിറ്റി ആയാലും എന്തില്ല അതിൽ ഓക്കെ. അപ്പൊ ഇത് കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വരാൻ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും നമ്മൾ ഇവിടെ വരാനേ പറയും. കാരണം ഫുഡ് ടേസ്റ്റിന്റെ കാര്യത്തിലായാലും എന്തിന്റെ കാര്യത്തിലായാലും പക്കയാണ്. ഉറപ്പായിട്ട് വരണം എന്നേ ഞാൻ പറയും. സൂപ്പർ. ഡെയിലി വരാറുണ്ട്? ഞാൻ ഡെയിലി വരാറുണ്ട്. ഇവിടെ എന്താ ഏത് ഐറ്റം ആണ് ഇവിടെ ഇഷ്ടമുള്ള? ചിക്കൻ ഫ്രൈ, പൊറോട്ട അത് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഇവിടെ വരാനുള്ള സ്ഥിരമായിട്ട് വരാനുള്ള റീസൺ എന്താണ്? എന്റെ വീടിന്റെ അടുത്താണ്. അത് മാത്രമാണോ? വീടിന്റെ അടുത്ത്. ഫുഡിന്റെ ടേസ്റ്റ് കൊണ്ടാണ്. നല്ല തിരക്കാണ്. അപ്പുറം നമ്മള് ഫ്രണ്ട്സാണ്. കടയുടെ ഓണർ ഞാൻ ഫ്രണ്ട്സാണ്. ഞാൻ നിംസിലെ ഡ്രൈവറാണ്, ആംബുലൻസ് ഡ്രൈവറാണ്. ഞാൻ അന്ന് സ്ഥിരമായിട്ട് വരുന്നത്. ഞാൻ കസ്റ്റമറൊക്കെ അവിടുത്തെ സ്റ്റാഫുകളെയൊക്കെ ഒരു പ്രശ്നമില്ല. ഞാൻ നിംസിലെ സ്റ്റാഫ് ഡ്രൈവറാണ്. ഞാൻ അവിടെ നിന്ന് സ്റ്റാഫുകളെയൊക്കെ പറഞ്ഞയക്കാറുണ്ട്. ഞാൻ അവിടെ ഫുഡ് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. എന്റെ ചർച്ചിന്റെ ബാക്കിലാണ്. ഫുഡിന്റെ ടേസ്റ്റാണ്. ഒരു കസ്റ്റമറുടെ അടുത്തൊന്ന് മോശമായിട്ട് നല്ല ഡീലിങ്സ്. അങ്ങനെയാണ് സ്ഥിരം വരുന്നത്. സ്ഥിരം അവിടെ നല്ല തിരക്കാണ്. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അത് മാത്രമാണോ? ആംബിയൻസ് കൊള്ളാം. ഇവിടെ സർവീസും കൊള്ളാം. പിന്നെ ഫുഡിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്? പക്ക ക്വാളിറ്റിയാണ്. എല്ലാം നല്ല ടേസ്റ്റ് ആണ്. എന്താണ് സ്ഥിരമായിട്ട് മേടിക്കുന്ന സാധനം? ബീഫ്. ഫുഡ് കഴിച്ചായിരുന്നോ? എങ്ങനെയുണ്ട് ഫുഡ് ഇവിടുത്തെ? സ്ഥിരമായിട്ട് ഇവിടെ തന്നെ കഴിക്കാം. എന്തുകൊണ്ടാണ് സ്ഥിരം വരുന്നത്? ഇവിടെ ഇത്രയും 4-5 തട്ടുകടകളുണ്ട്. എന്നിട്ടും സ്ഥിരമായിട്ട് എന്തുകൊണ്ട് ഇവിടെ വരുന്നു? പെരുമാറ്റം എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ. ചേട്ടാ എത്ര വർഷം കൊണ്ട് കഴിക്കുന്നുണ്ട് ഫുഡ് ഇവിടെ നിന്ന്? ഒരു വർഷം കൊണ്ട് കഴിക്കുന്നുണ്ട്. ഒരു ഡിമെറിറ്റ് പോലും പറയാനില്ല. ഇല്ല. ഒരിക്കൽ പോലും ഫുഡ് മോശമായിട്ട് തോന്നിയിട്ടില്ല. നല്ല ഫ്രഷ് സാധനം തന്നെയാണ് കിട്ടുന്നത്. ഫുഡ് സ്ഥിരം വരാറുണ്ടോ? ഏതായിട്ടാണ് ഇവിടുത്തെ ഫേവറേറ്റ്? പഴംപൊരിയും ബീഫും തന്നെയാണ്. സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട്. Horror Tattigura Super. ഇതാണ് നമ്മുടെ മുതലാളി. ചേട്ടാ, എങ്ങനെയാണ് ഈ വിലയ്ക്ക് കൊടുത്ത് നിങ്ങൾക്ക് മുതലാവുന്നത്? ലാഭം കുറച്ച് കസ്റ്റമർ നന്നായിട്ട് പോകണം. ലാഭം വളരെ കുറച്ചാണ്. എനിക്ക് കസ്റ്റമറുണ്ട്, ഡെയിലി നല്ല കസ്റ്റമറുണ്ട്. സാധനം എല്ലാം പോകുന്നുണ്ട്. എല്ലാവർക്കും വലിയ കസ്റ്റമറുടെ സംതൃപ്തിയാണ് ചേട്ടന്റെ. അതെ, അത് 100%. അതിൽ ഒരു തർക്കമില്ല, ഒരു കോംപ്രമൈസ് ഇല്ല. എല്ലാം വിളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. നല്ല പക്വാളിറ്റി സാധനമാണ് എല്ലാം ചെയ്യുന്നത്. ഒരു പാർസൽ കൊടുത്താലും എന്ത് കൊടുത്താലും അത് അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഞാൻ പറ്റിയത്. നല്ല തൃപ്തിയുണ്ട്. കാരണം ഞാനും ഒരുപാട് കാലമായിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നല്ല ഫുഡാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കാറ്. മാക്സിമം ഞാൻ ഇലയിലാണ് ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇല ഇലയാണ് പക്ഷെ ഞാൻ ഫ്ലൈറ്റ് കൊടുത്തപ്പോൾ ഇല ഇല്ലേ പിന്നെ ഇലയാണ്. അതത്രേ ഉള്ളൂ. കാലം എത്ര കഴിഞ്ഞാലും മലയാളികൾക്ക് ഇലയിൽ വെച്ച് ആഹാരം കഴിക്കുക എന്നുള്ളത് ഒരു ഇത് തന്നെയാണ്, ഒരു വികാരം തന്നെയാണ്. ഈ ബെല്ല് എന്തിനാണ്? അതിന്റെ ഒരു കഥയാണെന്ന് പറയാം.
അപ്പൊ നമ്മുടെ കസ്റ്റമറെല്ലാം ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഞാനവിടെ കൗണ്ടറിൽ നിന്ന് അപ്പൊ അതെല്ലാം ഇങ്ങനെ നോക്കി ഇങ്ങനെ കൈ കാണിക്കും. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടി അപ്പൊ ഞാൻ സെല്ല് മേടിച്ചു വെച്ചിട്ട് ഞാൻ നോക്കി വിളിച്ച് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ അടിച്ചാൽ മതി. അപ്പൊ ബെല്ലടിച്ച ആള് വരും. ഞാൻ ഇപ്പോൾ ബെല്ലടിക്കുകയാണ്, ആള് വരും, ചെക്ക് ചെയ്യണം. ആള് വരും. ഓക്കെ ഓക്കെ. അപ്പൊ ആള് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ ബെല്ലടിച്ച ആള് വരും. ഷോപ്പ് എല്ലാ ദിവസവും ഉണ്ടാവും. എല്ലാ ദിവസവും ഉണ്ട്. മാസത്തിൽ ഒരു ദിവസം എപ്പോഴേലും നമുക്ക് എന്തെങ്കിലും ആവശ്യമായിരിക്കും. പിന്നെ ഷോപ്പിന്റെ ടൈം എന്ന് പറയുന്നത് 3 മണി മുതൽ വെളുപ്പിലെ 2 മണി. വെളുപ്പിന് 2 മണി, 3 മണി മുതൽ വെളുപ്പിന് 2 മണി വരെ ഷോപ്പ് പ്രവർത്തിക്കും. അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് നേരെ വിട്ടു നെയ്യാറ്റിൻകര CSI അമരവള പള്ളിക്ക് അടുത്തുള്ള RR തട്ടുകട. പുട്ടടിക്കാൻ വിട്ടു തട്ടുകടയിലേക്ക്.